ഹായ്. ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് കൊടക്കാട് 55 സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഇവിടെ പ്രൊജക്റ്റിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ വെൽഡിങ്ങിനുണ്ട്, ഫാബ്രിക്കേഷൻ്റെ വർക്ക് ഉണ്ട്. ഇങ്ങനെ എല്ലാവരുമായിട്ട് ഏകദേശം ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മന്താണ് ഇതിൻ്റെ പാല് കാച്ചൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റേജിലുള്ള വർക്കുകൾ ഏതുവരെ എത്തി എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് പ്ലെയിനാണ്, ഓപ്പണാണ്. വലിയ ഹെവി വർക്കൊന്നുമല്ല. നമ്മുടെ ക്ലയൻസിൻ്റെ ആവശ്യപ്രകാരമുള്ള ഡിസൈൻസാണ് ഉള്ളിൽ കൊടുക്കുന്നത്. അവർ പറഞ്ഞ സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവസി മേക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഹാള് വേണമെന്നുണ്ട്. അവർ നമ്മളോട് അതിൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് വലിയൊരു ഹാള് വേണമെന്നുള്ളതാണ്. അതുപോലെ ഫാമിലീസ് എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഹാള്. ഇതാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹാള്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 3 ബെഡ്റൂമാണ്. സ്റ്റെയർ ഇല്ല. ഇതിനകത്ത് മേലേക്ക് നമ്മൾ വരുന്നത് ക്വാർട്ടേഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നാണ് സ്റ്റെയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിനകത്ത് വരുന്നത് ഡൈനിങ് വിത്ത് ഹാളോട് കൂടിയിട്ടാണ് വരുന്നത്. ഹാൾ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ടൈൽസും ബാത്റൂം ടൈലും ഒരു കോമ്പിനേഷൻ, ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് കൊടുക്കുന്നത്. ടൈൽസും ബാത്റൂം ടൈലും ഒക്കെ വെച്ചാൽ അവരെ നമ്മൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കുന്നത്. അവർക്ക് ഓരോ അവനവൻ അപ്പോൾ നമ്മൾ ടൈൽസ് ആണെങ്കിലും സാനിറ്ററി വെയർസ് ആണെങ്കിലും നമ്മളെ ഡോർസ്, വിൻഡോസ്, ബാക്കി എല്ലാവരും ആണെങ്കിലും എല്ലാം നമ്മൾ ക്ലയൻസിനെ കൊണ്ടുപോയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയതാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനല്ല. അതായത് നമ്മളൊരു റേഞ്ചിൽ പറയുന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു കംഫർട്ടബിളിനനുസരിച്ചിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അല്ലേ? 3 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വർക്കേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഞങ്ങളെല്ലാരും ഇറക്കി വിട്ടിട്ട് ഞാൻ ഒറ്റക്ക് പോകട്ടോ. കേൾക്കാൻ ഒരാൾ വേണ്ടേ? കൂടുതൽ സഹിക്കണം പറയുമ്പോൾ നമസ്കാരം